നമസ്കാരം. സോളാർ കമ്മീഷൻ രണ്ടും കൽപ്പിച്ചാണ് കേരളത്തെ അന്തിപ്പിച്ച് നിർത്തിയ സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വരെ സൂചിമുനത്തുമ്പിൽ നിർത്തിവരികയാണല്ലോ കമ്മീഷൻ. മനഃപൂർവ്വം കേസിന് ഇടങ്കോലിടുന്നവർ ആരാണ് എന്നതാണ് ചോദ്യം. ഉമ്മൻചാണ്ടിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജോപ്പന്റെ പനിയായിരുന്നുവല്ലോ ഒടുവിലത്തെ വിഷയം. പനിയുടെ പേരിൽ നിരന്തരം മൊഴി നൽകാതെ ഒഴിഞ്ഞുമാറുന്ന ജോപ്പന്റെ വീട്ടിൽ പോയി മൊഴിയെടുക്കാമെന്നും വേണമെങ്കിൽ രോഗിയെ ഒന്ന് തടവി കൊടുക്കാമെന്നും കൂടി കമ്മീഷൻ പറഞ്ഞു. തടവാൻ തുടങ്ങിയാൽ ആരെയൊക്കെ തടവേണ്ടി വരുമോ എന്തോ. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ യാത്രകൾ അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് നീങ്ങുകയാണ്. പിണറായിയും സുധീരനും മുതൽ ഉഴവൂർ വിജയൻ വരെ യാത്ര നടത്തുന്നു. കാസർഗോട്ട് നിന്ന് പുറപ്പെടുമ്പോൾ വൻ ആഘോഷമായിരിക്കും. ദിവസങ്ങൾ കഴിയുമ്പോൾ തലസ്ഥാനത്ത് എത്തിയാലായി എന്നതാണ് സ്ഥിതി. യാത്രകളും കലാപരിപാടികളും മുന്നേറുമ്പോഴാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം വരുന്നത്. കലയുടെ പൂരം നടക്കുമ്പോൾ എത്തുന്നവരെ ഊട്ടുന്നതിനുള്ള ഭക്ഷണശാലയും ഒരുങ്ങി. സ്കൂൾ കലോത്സവത്തിന്റെ ഊട്ടുപുര റബ്ബ് മന്ത്രി എത്തി ഉദ്ഘാടനം ചെയ്തു. ശ്രീധർ, 5 മിനിറ്റിനകം എല്ലാം റെഡിയാകും. പ്ലേറ്റ്സ് ഒക്കെ കഴുകി ടേബിൾ സെറ്റ് ചെയ്തോളൂ. ആര്? ഞാനോ? പിന്നെ ഞാനോ? ഓക്കെ, ഇന്നത്തേക്ക് ഞാൻ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചു തന്നേക്കാം. സ്റ്റേറ്റ്സ് റിട്ടേൺഡ് ഒരു കുട്ടിയുണ്ട് ഇവിടെ അല്ലേ? ആദ്യം ഞാനൊന്ന് സംശയിച്ചു, ചൈനീസ് ഫുഡില് നിങ്ങൾക്ക് എങ്ങനെ താല്പര്യം തോന്നിയെന്ന്. പുതിയ പുതിയ ഐറ്റംസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനുള്ള പരീക്ഷണശാലയാണ്. ഐ മീൻ ഫുഡ് റിസർച്ച് സെന്റർ, FRC ഇന്ത്യ. ഇതാണ് അൽഫാനിയ കുച്ച് മഹായ്. നോട്ട് ഹായ്, മഹായ്. ഇതൊരു വെസ്റ്റേൺ അറബിക് ചൈനീസ് കൊളാബറേറ്റഡ് ഫുഡാണ്. നോ ഐസിനകത്ത് ഇടില്ല. If we go for the conventional Chinese style, we will start with soups. Sweet corn chicken soup, cream of chicken, cream of mushroom, cream of tomato, cream of crab, and of course lot of other soups. Chicken noodles, mutton noodles, mixed noodles, vegetable noodles, chicken fried rice, mutton fried rice, snake fried rice, mixed fried rice, chicken pyang. And of course you can have all Chinese items. അബ്ദുൾ റബ്ബിന് കലോത്സവത്തിന്റെ ആഘോഷവുമായി മനം നിറയ്ക്കാം. മറ്റൊന്നും ആലോചിക്കാനില്ലല്ലോ. എന്നാൽ പിണറായി വിജയന്റെ കാര്യം അങ്ങനെയല്ല. നവകേരള മാർച്ച് വഴി നവകേരളം സൃഷ്ടിക്കണം. വെറുതെ ഒരു നവകേരളം മാത്രം സൃഷ്ടിച്ചതുകൊണ്ട് എന്തു കാര്യം? അതുകൊണ്ട് പിണറായിയുടെ തന്നെ പുതുപുത്തൻ മുഖമാണ് അവതരിപ്പിക്കപ്പെടുന്നത്. യാത്ര ആരംഭിച്ച് ഓരോ സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നിടുമ്പോഴും വ്യത്യസ്തനും പുത്തൻ ഭാവം പേറുന്നയാളുമായ ഒരു പുതുയുഗ പിണറായിയാണ് അവതരിക്കപ്പെടുന്നത്. സിനിമയിലെ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയും പോലെ തന്നെ പ്രസംഗം മുതൽ തെങ്ങിൻ തൈ നടുന്ന കാര്യത്തിൽ വരെ ആ ന്യൂ ജനറേഷൻ തരം കാണാം. ഉപ്പളയിൽ നിന്ന് പോന്ന പോക്കിൽ കണ്ണൂരിലെത്തിയപ്പോൾ ആശ്രമത്തിൽ കയറി ഒരു തെങ്ങിൻ തൈ നടുന്ന ആ ഭാവം കണ്ടാലറിയാം ഇത് ന്യൂ ആണെന്ന്. ഹലോ, ഇതാരെ കണ്ടിട്ട് വെക്കലാണ്? ഇത് വളർന്ന് വലുതായ ആര് കയറും വിചാരിച്ച്? എടാ, നിങ്ങൾക്ക് നിങ്ങൾ വാഴ വെക്കാൻ പാടില്ലേ? അതാവുമ്പോ നിങ്ങൾക്ക് വെട്ടിയെടുക്കല്ല. സ്റ്റുപ്പിഡ് ബോയ്സ്. പണ്ടായിരുന്നെങ്കിൽ VSന്റെ പ്രതിരൂപമായി തെങ്ങിൻ തൈ നട്ട് അവസാനിപ്പിക്കുന്നുവെന്ന് ശത്രുക്കൾ പറയും. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ കയറിയിരിക്കുന്ന അപ്പീൽ ഭൂതം മൂലം മുഖ്യമന്ത്രി മോഹത്തെ ആകെ കുഴിമാന്തി നട്ടതാണ് എന്ന് ശത്രുക്കൾ പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. അനുകൂലമായാൽ കുലച്ച് പന്തലിച്ച് തേങ്ങകൾ തരും, പ്രതികൂലമായാൽ തടത്തിൽ കരിഞ്ഞുണങ്ങും. എന്തായാലും പിണറായിയും പാർട്ടിയുമാണെങ്കിൽ എല്ലാം കണ്ടിട്ടു തന്നെ കാര്യം എന്ന മട്ടിലാണ്. സുധീരനെ കളിയാക്കാനോ എന്തോ ജൈവകൃഷിയിലുണ്ടായ വാഴക്കൊല മുതൽ പലതും സമ്മാനമായി കിട്ടുമ്പോൾ പോലും പിണറായിക്ക് മനസ്സറിഞ്ഞുള്ള ചിരിയാണ്. യാത്ര നടന്നകലുമ്പോൾ സുധീരനും കൂട്ടരുമാണെങ്കിൽ ലാവ്ലിൻ അഴിമതി എന്നെല്ലാം ഉറക്കെ വിളിച്ചു പറഞ്ഞ് ആളെ കൂട്ടുകയാണ്. അയ്യോ
കൊല നടക്കുന്ന കൊല നടക്കുന്ന കൊല നടക്കുന്നേ കൊല നടക്കുന്ന കൊല നടക്കുന്ന കൊല നടക്കുന്നേ കൊല നടക്കുന്ന കൊല നടക്കുന്ന കൊല നടക്കുന്നേ കൊല നടക്കുന്ന കൊല നടക്കുന്ന കസേരയിലേക്കുള്ള യാത്ര എന്നൊക്കെ കളിയാക്കപ്പെടുന്നുണ്ടെങ്കിലും പിണറായിയുടെ വേദന ആര് കാണുന്നു? ക്ലീൻ ഇമേജുമായി നടത്തി തുടങ്ങിയ യാത്രയെയും ആ കസേരയെയും വെള്ളത്തിലാക്കാനുള്ള പണി ഉമ്മൻചാണ്ടിയും കൂട്ടരും തുടങ്ങിയിരുന്നല്ലോ. എന്തായാലും വരാനിരിക്കുന്ന ലാവ്ലിൻ വിധി പിണറായിയെ അക്ഷരാർത്ഥത്തിൽ ആത്മീയ ചിന്തകളിലേക്കും തള്ളിവിട്ടിട്ടുണ്ട്. പയ്യന്നൂരിലെ ആശ്രമത്തിലെത്തിയപ്പോൾ കണ്ട ആ ഭാവം ആത്മീയ ദുഃഖം പേറുന്ന ഒരു സഖാവിന്റെ ഭാവമായിരുന്നു. ദൈവം മനുഷ്യനായി പിറന്ന ജീവിതമനുഭവിച്ചറിഞ്ഞ പോകും മുമ്പേ ദൈവം പറയും മനുഷ്യ നീയാണെന്റെ ദൈവം. ആത്മീയത പല വിധത്തിലാണല്ലോ അവതരിക്കുക. നീതിപീഠത്തിന്റെ ആ വിധിക്കു മുമ്പായുള്ള പിണറായിയുടെ യാത്രയെ സ്വീകരിക്കാൻ അതുകൊണ്ട് തന്നെ നേതാക്കൾ അതീവ ജാഗ്രതയും പുലർത്തുന്നുണ്ട്. അണികളുടെ ആവേശമാണെങ്കിൽ പറയുകയേ വേണ്ട. അതത് മണ്ഡലങ്ങളിൽ പിണറായിക്കുള്ള വഴിയൊരുക്കാൻ CPIMന്റെ നേതാക്കളും മത്സരിക്കുന്നു. ഉദുമയിൽ മുൻ MLA KV കുഞ്ഞിരാമന്റെ പ്രകടനം കണ്ടാൽ മതി ആകെ മൊത്തത്തിലുള്ള മൂഡ് മനസ്സിലാകും. സാരി തലപ്പ് കൊണ്ട് തലയൊക്കെ മറച്ച പുറകു ഭാഗത്ത് അല്പം വെയിലുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സെറേനിറ്റി നേരെ അങ്ങോട്ട് നിക്കല, നിന്ന് ബ്ലോക്ക് ചെയ്യല. അതിലെ കൂടെ കുറച്ചും കൂടെ സാക്കൾക്ക് അങ്ങോട്ട് കടന്നു പോകാൻ സൗകര്യം ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ വനിതാ നേതാക്കന്മാരായിട്ടുള്ള സാക്കളൊന്നും ഇടപെടാണ്. ഇവിടെ നിൽക്കാൻ അനുവാദമില്ല എന്ന് നിരവധി തവണ പറഞ്ഞു. പ്ലീസ്. സാക്കള് ഇന്നലെ അവിടെ ഒരു വൻ തീപിടുത്തം നടന്നതാണ്. ഒരു 25ഓളം വാഹനങ്ങളാണ് കത്തിപ്പോവുകയും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ വളരെ പഴക്കം ചെന്ന സാധനങ്ങളാണ്. വല്ല പുക അങ്ങനെ വന്നാൽ വലിയ അപകടത്തിലേക്ക് നയിക്കൊണ്ട് അവിടെ നിൽക്കുന്ന ആളുകൾ വളരെ സൂക്ഷിച്ചു. ഒരു കാരണവശാലും തീപ്പെട്ടി ഉറക്കാനോ പുകവലിക്കാനൊന്നും പാടില്ല. ആദരിക്കുന്ന സഖാക്കൾക്ക് ഇരിക്കാനാണ് ഈ ഒരു സൗകര്യപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാത്ത സഖാക്കൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ ഞങ്ങൾ പറയാതെ തന്നെ എഴുന്നേക്കുന്നതാണ് നല്ലത്.
ആ വനിതാ സാക്കളെ മാത്രം ഇങ്ങോട്ട് കയറ്റുള്ളൂ. സാക്കളെ, ജാഥാംഗങ്ങളിൽ ആദ്യത്തെ ടീം എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. ഇവിടെ ഈ സൗണ്ട് ബോക്സിന് പുറകിൽ നിൽക്കുന്ന സാക്കൾ ദയവ് ചെയ്ത് അങ്ങോട്ടേക്ക് മാറും, അങ്ങേ ഭാഗത്തേക്ക് മാറും. ജാഥ അംഗങ്ങൾക്ക് കടന്നു വരാൻ ആവശ്യമായിട്ട് ഒരു വഴി സൗകര്യം ചെയ്തു. വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ സ്വീകരണ കേന്ദ്രത്തിലുള്ളൂ. അതിനോട് പൂർണ്ണമായും പൊരുത്തപ്പെട്ട് നമുക്ക് ഈ പരിപാടി വിജയകരമായി പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള സ്വയം നിയന്ത്രണത്തോടെ എല്ലാ സഖാക്കളും ഇടപെടണം എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുക. ഇതൊക്കെ കണ്ടാൽ ഉമ്മൻചാണ്ടിക്ക് എങ്ങനെ സങ്കടം വരാതിരിക്കും? ബാറും കോളും സോളാറും സരിതയുമെല്ലാം ഒരു വഴിക്ക് അരങ്ങ് തകർക്കുകയാണല്ലോ. സോളാർ കമ്മീഷനാണെങ്കിൽ എപ്പോൾ ചെവിക്ക് പിടിക്കും എന്നറിയാൻ വയ്യാത്ത സ്ഥിതി. ആകെ മൊത്തം ഒരു പേടി. എങ്ങനെ ഉമ്മൻചാണ്ടി സഹിക്കും ഇതെല്ലാം? അതുകൊണ്ട് ഉമ്മൻചാണ്ടി കണ്ണൊക്കെ മൂടിക്കെട്ടി ക്രിക്കറ്റ് കളിച്ച് മുരുകൻ കാട്ടാക്കടയുടെ കവിതയും പാടി നടക്കുകയേ നിവൃത്തിയുള്ളൂ. സരിത പറയുന്ന കഥയൊക്കെ കേട്ടാൽ കണ്ണട എന്തായാലും വയ്ക്കേണ്ടിയും വരും. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് ശിവൻകുട്ടി തരങ്ങൾ. മുരുകപ്പ, ഉങ്കപ്പന് വായിക്കറിയിടാൻ നീ ബാക്കി വേണം. എല്ലാവരും കരുതി ഡയമണ്ട് കീറിയെന്ന്. ഡയമണ്ട് കീറിയിട്ടില്ല, ഡയമണ്ട് കീറിയിട്ടേ ഉള്ളൂ. വിശ്വസിക്കില്ല.